ഹായ്, വെൽക്കം ഓൾ ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. നമ്മളിന്ന് രാവിലെ ഞാനിന്ന് പറഞ്ഞിരുന്നു, നമ്മളിന്ന് വൈകുന്നേരം ഒരു റീക്യാപ്പ്, അതായത് റീക്യാപ്പ് എന്തിൻ്റെ പ്രൊജക്റ്റ് വൈവോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കോളേജസിലും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പലപ്പോഴും പല കുട്ടികളും നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വന്തമായി ചെയ്ത പ്രൊജക്റ്റാണ്, ഡാറ്റ കളക്ഷൻ ഗൂഗിൾ ഫോം വഴിയൊക്കെ ചെയ്തതാണ്. പക്ഷേ ആ എക്സ്റ്റേണൽ എക്സാമിനർ ചോദിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ആൻസർ പറയാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് എക്സ്റ്റേണൽ എക്സാമിനർക്ക് പലപ്പോഴും സംശയം തോന്നുകയാണ്, ഇത് നിങ്ങളുടെ ഒറിജിനൽ വർക്ക് അല്ലേ എന്ന് പലപ്പോഴും സംശയം തോന്നുകയാണ്. സോ ഇന്ന് നമുക്കത് ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞുതരാം, എന്താണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ആ വർക്കിനെ നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് ചെയ്തപ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. സോ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഗ്യാപ്പ് അത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ വൈവയ്ക്ക് എപ്പോഴും പ്രസൻറ്റ് ചെയ്യാൻ. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം യു ഓൾ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം ഫ്രണ്ട്സിന്, അതേപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സോ ഇതാണ് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ബുക്ക് ഉണ്ടാവുക അല്ലേ. ചിലർ സ്പൈറൽ ബൈൻഡിങ് കാണിക്കാൻ ചെയ്തിട്ടുണ്ടാവുക, അതേപോലെ തന്നെ ചിലർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലർ മറ്റേ ഇങ്ങനെ ഹാർഡ് ബോണ്ടഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രൊജക്റ്റ് ബുക്ക് ഉണ്ടാവുക. ഇതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ടോപ്പിക് ഓഫ് ദി സ്റ്റഡി. അപ്പോൾ നിങ്ങൾ ഇത് നല്ല ബൈ ഹാർട്ടായിരിക്കണം, കാരണം ഈ ടോപ്പിക്കാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. ഈ ടോപ്പിക്കിലാണ് അപ്പോൾ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് യുവർ ടൈറ്റിൽ എന്ന് ചോദിക്കുമ്പോൾ ഇതിലത്തെ ഒരു വരി പോലും വിടാതെ നിങ്ങൾ പറയണം. അപ്പോൾ ഈ കുട്ടിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് എ സ്റ്റഡി ഓൺ ദി കോസസ് ഓഫ് വർക്ക് സ്ട്രെസ് എമംഗ് യൂത്ത്, ചാലഞ്ചസ് ആൻഡ് കോപ്പിംഗ് മെക്കാനിസം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു പാലക്കാട് ഡിസ്ട്രിക്ട്. അപ്പോൾ കോസസ് ഓഫ് വർക്ക് സ്ട്രെസ് എമംഗ് യൂത്ത്, ചെറുപ്പക്കാരുടെ ഇടയിലുള്ള വർക്ക് സ്ട്രെസ്സിനെ കുറിച്ചാണ് ഈ കുട്ടി എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്രൈവറ്റ് ഓർഗനൈസേഷൻ, അപ്പോൾ അതായിരിക്കാം ആ കുട്ടി പ്രൈവറ്റ് ഓർഗനൈസേഷനിലും എന്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ചെറുപ്പക്കാർക്ക് എന്താണ് എപ്പോഴും ഒരു കൺഫ്യൂഷനൊക്കെയാണ് അല്ലേ, എപ്പോഴും ഒരു സ്ട്രെസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ കുട്ടിയുടെ സ്റ്റഡി. സോ ടൈറ്റിൽ എപ്പോഴും നന്നായി. ഇപ്പോൾ വാട്ട് ഈസ് യുവർ ടൈറ്റിൽ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടൈറ്റിൽ, അത് ശരിക്കും പറയണം. ഓക്കെ, ഇനി അവർ ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ട്, അപ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ നിങ്ങൾ എടുക്കാൻ എന്താണ് കാരണം? ഒരു കാരണം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ന്യൂസ് പേപ്പറിൽ അടുത്തിടെയായിട്ട് കുറേ പേര് സൂയിസൈഡ് ചെയ്യുന്നത് കണ്ടു. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് ഇങ്ങനെയുള്ള ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇതായിരിക്കും. ഞാൻ അടുത്ത് ഇടപഴകുന്ന ഒരു കൂട്ടം ആൾക്കാർ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാനിതിൽ പഠിച്ചിട്ടുള്ളത്. സോ എന്തുകൊണ്ടാണ് നിങ്ങളിത് എടുത്തത് എന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ അതിനുള്ള ഉത്തരം നമ്മൾ പറയാം എന്നാണ്. നമ്മുടെ ടൈറ്റിലും അതേപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവും തമ്മിൽ വളരെയധികം എന്തുണ്ടായിരിക്കണം, വളരെ ലിങ്കായിട്ട് പോകണം, സിങ്കായി പോകണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ പ്രൊജക്റ്റ് എടുത്തു, ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യൂ, നിങ്ങളുടെ പ്രൊജക്റ്റ് എടുക്കൂ. എന്നിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഒബ്ജക്റ്റ് ഉണ്ടാവുക ചാപ്റ്റർ 1 നിങ്ങൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാണും, അത് കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലവും കഴിഞ്ഞ് സ്കോപ്പ് ഓഫ് ദ സ്റ്റഡിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് കാണാൻ പറ്റും. സോ എന്താണ് ഒബ്ജക്റ്റീവ്? നിങ്ങളുടെ ടൈറ്റിൽ എന്താണോ ആ ടൈറ്റിലിൻ്റെ ഒരു വകഭേദം, സെൻറ്റൻസ് കുറച്ചൊന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ, അതായിരിക്കണം എന്ത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവിൽ ഇവിടെ എന്താ പറഞ്ഞത്, ഇവിടെ ടൈറ്റിൽ എന്താ പറഞ്ഞിരിക്കണത്, വാട്ട് ആർ ദി കോസസ് ഓഫ് എ സ്റ്റഡി ഓൺ ദി കോസസ് ഓഫ് വർക്ക് സ്ട്രെസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റീവിൽ എന്താണ്, മോസ്റ്റ് കോമൺ കോസസ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും, അതേപോലെ തന്നെ അങ്ങനെ സ്ട്രെസ്സ് വന്നാൽ എന്തൊക്കെ തരം സ്ട്രെസ് ഉണ്ടെന്നും അത് എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മുടെ ടൈറ്റിലും നമ്മളുടെ ഒബ്ജക്റ്റീവും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരിക്കണം. ഇപ്പോൾ ടൈറ്റിലിൽ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവിലും നമ്മൾ എന്ത് പറയണം, ടു സ്റ്റഡി ദി സാറ്റിസ്ഫാക്ഷൻ, ടു സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് പറയണം. അതേപോലെ ടൈറ്റിലിൽ ചിലപ്പോൾ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ടൈറ്റിലിൽ ചിലപ്പോൾ ചാലഞ്ചസ് എന്നായിരിക്കാം, ഒബ്ജക്റ്റീവിൽ ചിലപ്പോൾ പ്രോബ്ലംസ് എഴുതിയിട്ടുണ്ടാവാം, അത് പ്രശ്നമില്ല. പക്ഷെ ടൈറ്റിൽ എന്താണോ, ഇപ്പോൾ ഇവിടെ പാലക്കാട് ഏരിയയിലാണെങ്കിൽ അവിടെയും എന്തുതന്നെയാണ്, പാലക്കാട് ഏരിയയിൽ തന്നെ ആയിരിക്കണം. അപ്പം നല്ലോണം ശ്രദ്ധിക്കണം, നമ്മുടെ ടൈറ്റിലും
അതേപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവും തമ്മിലുള്ള, അപ്പോൾ ഒബ്ജക്റ്റീവ് ഉടനെ ചോദിക്കും. 2 ഒബ്ജക്റ്റീവ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ചില ആൾക്കാർ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവും 2-3 സെക്കൻഡറി ഒബ്ജക്റ്റീവും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ആ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായാലും പറയണം. ആദ്യത്തെ ഒബ്ജക്റ്റീവും സെക്കൻഡ് ഒബ്ജക്റ്റീവും എഴുതിയിട്ട്, ഇപ്പോൾ ഈ കൂടി 2 ഒബ്ജക്റ്റീവാണ് എഴുതിയിട്ടുള്ളത്. ആ 2 ഒബ്ജക്റ്റീവും എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, സോ ടൈറ്റിലും ഒബ്ജക്റ്റീവും ഫൈൻഡിങ്സും. ഇനി എന്താണ് ഒബ്ജക്റ്റീവിൽ എഴുതിയത്? ഒബ്ജക്റ്റീവിൽ എഴുതിയത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, എന്തോ പ്രശ്നങ്ങൾ പഠിക്കുന്നു, നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് പഠിക്കുന്നു, നമ്മൾ അവരെ യൂസേജ് പഠിക്കുന്നു, നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് പഠിക്കുന്നു, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പഠിക്കുന്നു, യൂസേജ് പഠിക്കുന്നു, ഇൻഫ്ലുവൻസ് പഠിക്കുന്നു, അവെയർനെസ് പഠിക്കുന്നു ചിലർ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റീവിൻ്റെ ഫൈൻഡിങ്സിലേക്ക് നമ്മൾ പിന്നെ എത്തും. ആ ഒബ്ജക്റ്റീവിൻ്റെ ഫൈൻഡിങ്സിലേക്ക് പോകും. അപ്പോൾ ഫൈൻഡിങ്സ് പേജ് ഏറ്റവും ലാസ്റ്റാണ്. നിങ്ങൾ പഠിക്കുമ്പോഴത്തെ രീതിയാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾ ഏതിപ്പോൾ പഠിക്കണം? ഫൈൻഡിങ്സും നന്നായി പഠിക്കണം. അപ്പോൾ ഫൈൻഡിങ്സിൽ ചിലർ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെയൊക്കെ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സ്റ്റഡിയിൽ മെൻ ഇത്ര % ഉണ്ട്, ഫീമെയിൽ ഇത്ര % ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെമോഗ്രാഫിക് വേരിയബിൾസ് ആണ്. ആ വേരിയബിൾസിനെ പറയാം ഏജ്, ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ്, ഇൻകം, ഇതൊക്കെ ഡെമോഗ്രാഫിക് വേരിയബിൾസ് ആണ്. ഈ ഡെമോഗ്രാഫിക് വേരിയബിൾസും വെച്ച് സത്യത്തിൽ നിങ്ങൾ ഹൈപ്പോത്തസിസ് ഒന്നും അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങളുടെ ഫൈൻഡിങ്സ് പറയുമ്പോൾ ചില കുട്ടികൾ, ഞാനിപ്പോൾ ഇന്നലെ ഒരു വൈവ കഴിഞ്ഞു എൻ്റെ കോളേജിലൊക്കെ, അവിടെ കുട്ടികൾ പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരോട് ഞാൻ ചോദിക്കുമ്പോൾ ഫൈൻഡിങ്സ് 3 പറഞ്ഞു, മെയിൽ പറഞ്ഞു, ഏജ് പറഞ്ഞു. അപ്പോഴേക്കും ആ ടീച്ചർ പറഞ്ഞു ശരിക്കുള്ള ഫൈൻഡിങ്സ് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും സ്ട്രെസ്ഡ് ആയി പറഞ്ഞില്ല. കാരണം ആ ടീച്ചർക്ക് ആവശ്യം എന്താണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫൈൻഡിങ്സ്. ഒബ്ജക്റ്റീവിൽ എന്താ, ഏത് ഫാക്ടറാണ് സ്ട്രെസ്സ് കൊണ്ടുവന്നത്. അപ്പോൾ ടീച്ചർക്ക് അറിയേണ്ടത് ആ കാരണമാണ് അറിയേണ്ടത്. ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്, ഓവർലോഡ് തരുന്നതായിരിക്കാം. അപ്പോൾ അതാണ് ആ എക്സ്റ്റേണലിന് വരുന്ന ആൾക്ക് അറിയേണ്ടത് ഈ ഒബ്ജക്റ്റീവിൻ്റെ ഫൈൻഡിങ് ആണ്. അതേസമയം നമ്മൾ PG പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഡെമോഗ്രാഫിക് വെച്ച് ഹൈപ്പോത്തസിസ് ഒക്കെ ചെയ്യും. നിങ്ങൾക്ക് അത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് അതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, ഫൈൻഡിങ്സ് എടുക്കൂ. ഇപ്പം തന്നെ പ്രൊജക്റ്റ് എടുത്തു പഠിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ നന്നായി വായിക്കേണ്ട ചോദ്യങ്ങളാണ്. നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ ഏറ്റവും ബാക്ക് പേജിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനെയർ നിങ്ങൾ അവിടെ അടിച്ചിട്ടുണ്ടാവും, ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും ക്വസ്റ്റ്യനെയർ. അപ്പം നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ 10ഉം 20ഉം ക്വസ്റ്റ്യൻസൊക്കെ അപ്പം നിങ്ങൾക്ക് അറിയണമെന്നില്ല, ഓർമ്മ തന്നെ ഇല്ല. ടെൻഷൻ കാരണം കൊണ്ട് പലർക്കും എന്തൊക്കെ ചോദ്യങ്ങളാണ് ഞാൻ ഗൂഗിൾ ഫോമിൽ ഇട്ടത്. ആ ഗൂഗിൾ ഫോമിൽ ഇട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഏറ്റവും താഴെ. ഇതൊന്ന് വായിച്ചു നോക്കൂ. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കൂ. അതിലെന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൾക്കാരോട് ചോദിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും, ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ എന്ത് ചോദിച്ചു, അതിനുള്ള ഉത്തരം എന്ത് കിട്ടി, അത് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യും? ഫൈൻഡിങ്സ്. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ടൈറ്റിൽ പഠിക്കണം, ടൈറ്റിലിനോട് ക്ലിയർ ആയിരിക്കണം, ഒബ്ജക്റ്റീവ് പഠിക്കണം, ഫൈൻഡിങ്സ് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് എന്ന് ചോദിക്കാമല്ലോ എക്സ്റ്റേണൽ എക്സാമിനറിൽ. ഞങ്ങൾ ഇന്നത് ചോദിച്ചു, അത് പഠിക്കണ്ടേ? അത് നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇന്ന് തലേ ദിവസമാണ് എന്നുള്ളൊരു വേഗം തന്നെ പ്രൊജക്റ്റിൻ്റെ ലാസ്റ്റ് പേജിൽ നിങ്ങൾ ഇങ്ങനെ ബോക്സൊക്കെ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ അടിച്ചിട്ടുണ്ടാവും എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇട്ടതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി ഫസ്റ്റ് പാർട്ടിൽ തന്നെയാണ് റിസർച്ച് മെത്തഡോളജി എന്നുള്ളൊരു പാർട്ട് കിടക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണ്. നല്ലൊരു ഏരിയയാണ് റിസർച്ച് മെത്തഡോളജി. നിങ്ങൾ 5th സെമ്മിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നത് ഒരു BCom ഒരു BBA സ്റ്റുഡൻ്റ് ആണെങ്കിൽ റിസർച്ച് മെത്തഡോളജി അവർക്ക് അത്ര ഇതുണ്ടാവില്ല. അതേസമയം ചിലപ്പോൾ BA കുട്ടികളൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ റിസർച്ച് മെത്തഡോളജിയുടെ ഏരിയയിൽ കുറച്ചൊന്ന് ഭയപ്പെട്ടേക്കാം. അപ്പോൾ എന്താണ് റിസർച്ച് മെത്തഡോളജി എന്ന് ചോദിക്കുകയാണ് അവർ. കാരണം അവിടെ എഴുതിയിട്ടുണ്ട് റിസർച്ച് മെത്തഡോളജി എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് മെത്തഡോളജി എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയണം വാട്ട് ഈസ് ദ റിസർച്ച് മെത്തഡോളജി. എന്താ റിസർച്ച് മെത്തഡോളജി? നിങ്ങളുടെ എല്ലാവരുടെയും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആയിരിക്കും. അതായത് കോസും ഇഫക്റ്റും സ്റ്റഡി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അതാണ് നമ്മൾ എക്സാമിൻ ദി കോസസും
ഈ കുട്ടിയുടെ കേസിലാണെങ്കിൽ ഈ കുട്ടി അവിടെ കോസ് എന്തൊക്കെയാണ്, സ്ട്രെസ്സിനുള്ള കോസ് എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ കോപ്പിംഗ് മെക്കാനിസം. അപ്പോൾ കോസ്, ഇഫക്റ്റ്, കോപ്പിംഗ് മെക്കാനിസം, ഇത് മൂന്നും ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനാണ് എന്ത് ചെയ്യുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പറയണം. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇനി എന്ത് റിസർച്ച് ഡിസൈനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവിൽ അനലറ്റിക്കൽ, അത്രയും ഡെപ്തായിട്ടൊന്നും നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ എന്തൊക്കെയാണ്. ഇനി നമ്മൾ വാട്ട് ഈസ് പോപ്പുലേഷൻ എന്നും പറ്റുന്ന ഒരു അബദ്ധമാണ് ചിലവർ. പോപ്പുലേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ടാർഗറ്റഡ് റെസ്പോണ്ടൻസ്. ഞാൻ ആരെയാണ്? യൂത്തിനാണ് ഈ റിസർച്ച്. ദി എൻറ്റയർ യൂത്ത് ഓഫ് ദി പാലക്കാട് ഡിസ്ട്രിക്ട് ഈസ് ദി പോപ്പുലേഷൻ. പലപ്പോഴും പല കുട്ടികളും വിഡ്ഢിത്തരം ലാസ്റ്റ് മിനിറ്റിൽ വെറുതെ ഗൂഗിളിൽ പോപ്പുലേഷൻ അടിച്ചിട്ട് അപ്പോൾ അതിൽ വരും ഇറ്റ്സ് ദ ഡെൻസിറ്റി ഓഫ് പീപ്പിൾ. അത് ജനസംഖ്യ, അതല്ല പോപ്പുലേഷൻ. റിസർച്ചിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണ് ടാർഗറ്റ് ചെയ്ത് ക്വസ്റ്റ്യനെയർ കൊടുത്തത്, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും, സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ സീനിയർ സിറ്റിസൺസ്, യൂത്ത് ആണെങ്കിൽ പാലക്കാട് ജില്ലയിലുള്ള യൂത്ത്, വാണിയംകുളത്താണ് എടുക്കുന്നതെന്ന് വെച്ചാൽ വാണിയംകുളത്ത്, എവിടത്തെയാണോ ആ ദി ടോട്ടൽ റെസ്പോണ്ടൻസ് ഓഫ് ദി ടാർഗറ്റ് പീപ്പിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പോപ്പുലേഷൻ. സോ പോപ്പുലേഷൻ സ്റ്റഡി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, സാമ്പിൾ സ്റ്റഡിയാണെന്ന്. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യമുണ്ട്, വാട്ട് സാമ്പിളിംഗ് ടെക്നീക്ക് ഡിഡ് യു യൂസ്? എന്ത് സാമ്പിളിംഗ് ടെക്നീക്കാണ് നിങ്ങൾ ഉപയോഗിച്ചത് എന്ന് ചോദിക്കും. അപ്പം നിങ്ങളുടെ മിക്കവരുടെയും നമുക്ക് ടൈം വളരെ കുറവേ ഉണ്ടായിരുന്നു. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് മിക്കവരും ഉപയോഗിച്ചിട്ടുള്ളത്. റാൻഡം സാമ്പിളിംഗ് എന്താ? രണ്ട് തരം സാമ്പിളിംഗ് ഉണ്ട്, റാൻഡോം, നോൺ റാൻഡോം. എൻ്റെ ഇതിന് മുമ്പത്തെ ഒരു വൈവ വീഡിയോ ഉണ്ട്, നിങ്ങളൊന്ന് കേൾക്കണം. അത് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകിച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് റാൻഡം സാമ്പിളിംഗ് എന്താ, നോൺ റാൻഡം സാമ്പിളിംഗ് എന്താണെന്ന്. ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഇട്ടിട്ടുണ്ട്, ചോദിക്കുന്നതിന് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിൻ്റെ. അപ്പം നിങ്ങളുടെ സാമ്പിൾ നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ്, അതിലെ കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ആണ്. അപ്പം നോൺ റാൻഡം എന്താണെന്ന് വെച്ചാൽ മറ്റേ വീഡിയോയിലൊന്ന് സമയം കിട്ടിയാൽ നിങ്ങളൊന്ന് നോക്കൂ എന്നുള്ളതാണ്. പിന്നെ ചോദിക്കും സാമ്പിൾ സൈസ് എത്രയാണെന്ന്. സാമ്പിൾ സൈസ് നല്ലോണം ശ്രദ്ധിച്ച് പറയണം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ സാമ്പിൾ സൈസ് എഴുതി വെച്ചിട്ടുണ്ടാവും, ഞങ്ങളുടെ സാമ്പിൾ സൈസ് ഇത്രയാണെന്ന്. അതേസമയം നിങ്ങൾ ടേബിളുകൾ, നിങ്ങളുടെ ഗ്രാഫും ഒക്കെ എടുത്തിട്ടുള്ള ഈ ടേബിളിൽ നിങ്ങൾ ടോട്ടൽ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അതാണ് സാമ്പിൾ സൈസ്. അത് രണ്ടും മാച്ച് അല്ലേന്ന് ഇപ്പം തന്നെ ഒന്ന് പ്രൊജക്റ്റ് ബുക്ക് എടുത്ത് നോക്കി നോക്കൂ. റഫ് കോപ്പി കയ്യിലുണ്ടല്ലോ. 94 ആണ് സൈസ്, 94 നമ്പേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പുറത്തും 94, ഈ കുട്ടി 94 ആണ് എത്തിയിരിക്കുന്നത്. അപ്പം 94 ചിലപ്പോൾ 50, 60s ഒക്കെ ആയിരിക്കും, 50 ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 50. അപ്പോൾ സാമ്പിൾ സൈസ് എന്താ, അത് എത്രയാണെന്ന് ചോദിച്ചും കറക്റ്റായിട്ട് തന്നെ അതിന് ആൻസർ ചെയ്യണം. ഓക്കെ, പിന്നെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഡാറ്റ യു ഹാവ് യൂസ്ഡ്? 2 തരം ഡാറ്റ എടുത്തിട്ടുണ്ടെന്ന് പറയാം, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. ഫസ്റ്റ് ഹാൻഡ് കളക്റ്റഡ് ഡാറ്റ, നമ്മൾ നേരിട്ട് റെസ്പോണ്ടൻസിൻ്റെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയാം. വീഡിയോ ചിലപ്പോൾ ലോങ് ആയേക്കാം, കാരണം ഞാൻ ലാസ്റ്റ് മിനിറ്റ് ലാപ്പാണ്. പക്ഷെ മറക്കരുത്, എൻ്റെ പ്രൊജക്റ്റ് വൈവയുടെ വേറൊരു വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തത് ഞാൻ നിങ്ങളോട് ലൈവായിട്ട് സംസാരിക്കുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്നുള്ളത് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയുമാണ്. പ്രൈമറി ഡാറ്റ നമ്മൾ റെസ്പോണ്ടൻസിനെ നിന്ന് ഡയറക്റ്റ്ലി ഗൂഗിൾ ഫോം ഒക്കെ വഴി കളക്ട് ചെയ്യുന്നതാണ്. സെക്കൻഡറി ഡാറ്റ അങ്ങനെയല്ല, നമ്മൾ ബുക്സും ഒക്കെ വായിച്ചിട്ട്, ബുക്സ്, ചാനലുകളൊക്കെ നമ്മൾ വെബ്സൈറ്റ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏത് എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ ടൂൾസ് ഫോർ ഡാറ്റ കളക്ഷൻ? എന്തൊക്കെ ഡാറ്റ ടൂൾസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്? കളക്ട് ചെയ്ത ഡാറ്റ ടൂൾസ് എങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്ത്? ഗൂഗിൾ ഫോം വഴിയല്ലേ ഡാറ്റ കളക്ട് ചെയ്തത്. ഇനി ചിലവർ നേരിട്ട് പോയി കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ചിലപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നോക്കിയായിരിക്കും ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഗൂഗിൾ ഫോം വന്നു. അപ്പോൾ ഷെഡ്യൂള് നമ്മൾ ഫില്ല് ചെയ്തു, അവർ നമുക്ക് ഉത്തരം പറഞ്ഞു തന്നു, നമ്മൾ ചോദ്യം ചോദിച്ചു, നമ്മൾ എന്നെ ഫില്ല് ചെയ്തു. അതിനെ നമ്മൾ ഷെഡ്യൂൾ എന്നാണ് പറയാം. ചിലപ്പോൾ ചിലവരോട് ചോദിക്കും ക്വസ്റ്റനെയർ ആണോ ഉപയോഗിച്ചത്, ഷെഡ്യൂൾ ആണോ ഉപയോഗിച്ചതെന്ന്. ഗൂഗിൾ ഫോം വഴിയാണ് കളക്ട് ചെയ്തതെന്ന് വെച്ചാൽ ക്വസ്റ്റനെയർ എന്ന് ഉത്തരം പറയുക. അല്ല, അവരെ കൊണ്ട് നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ തന്നെയാണ് ഉത്തരം ടിക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെഡ്യൂളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കൂടുതലും കുട്ടികൾ അണ്ടർ ഗ്രാജുവേറ്റ് ഇതൊക്കെ
ഗൂഗിൾ ഫോം വഴി കളക്ട് ചെയ്തത് തന്നെയായിരിക്കാം. ഇനി നമ്മൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, നമ്മൾ ഈ പഠിക്കുമ്പോൾ നമ്മൾ കണ്ട ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? നമ്മളൊരു ചെറിയ, അപ്പോൾ എന്താ വെച്ചാൽ ലിമിറ്റഡ് ഏരിയയിലാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി നടത്തിയിരിക്കുന്നത്. പാലക്കാട്, വാണിയംകുളം, ഒറ്റപ്പാലം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെയൊക്കെ പട്ടാമ്പി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നാച്ചുറലി എന്ത് സംഭവിച്ചു? ലിമിറ്റഡ് ഏരിയയിലേ നമ്മുടെ സ്റ്റഡി നടന്നിട്ടുള്ളൂ എന്ന് പറയാം. അപ്പോൾ അതാണ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടത്, അപാകതകൾ എന്തൊക്കെയാണ്? ഒന്ന് ലിമിറ്റഡ്, എന്നിട്ട് ഇത് തന്നെയാണ് ജനറലി സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ലിമിറ്റഡ് ഏരിയ ഓഫ് സ്റ്റഡിയാണ് നടത്തിയിട്ടുള്ളത്, വളരെ കുറച്ച് ടൈമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാം. പിന്നെ നോൺ റാൻഡം സാമ്പിളിങ്ങിൻ്റെ എല്ലാ ഡീമെറിറ്റ്സും നമ്മൾ എന്ത് റാൻഡമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ നോൺ റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഡിഫക്ട്സ് ഉണ്ട്, മനസ്സിലായി? എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ സർവേയിൽ, അതൊന്നും നിങ്ങൾ പറയണ്ട. നോൺ റാൻഡം സാമ്പിളിങ്ങിൻ്റെ എല്ലാ ഡിഫക്ട്സും ഏതിലുണ്ട്? ഈ പ്രൊജക്റ്റിൽ കയറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ചാപ്റ്ററൈസേഷൻ. ഫസ്റ്റ് ചാപ്റ്റർ എന്താ, സെക്കൻഡ് ചാപ്റ്റർ എന്താന്നുള്ളതൊക്കെ പറയും. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്, സെക്കൻഡ് ചാപ്റ്റർ ആണ് എന്ത് വരുന്നത്? റിവ്യൂ ലിറ്ററേച്ചർ ആണ്, തേർഡ് തിയററ്റിക്കൽ, 4 ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, 5 എന്താണ്? ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ ആണ്. അപ്പോൾ ക്ലിയർ അല്ലേ? ആദ്യം പ്രൊജക്റ്റ് ഉടനെ പോയി എടുക്കൂ, ടൈറ്റിൽ നോക്കൂ, ഒബ്ജക്റ്റീവ് നോക്കൂ, ഫൈൻഡിങ്സ് നോക്കൂ. തിരിച്ചിങ്ങോട്ട് തന്നെ വരൂ, ഫസ്റ്റ് ചാപ്റ്റർ എടുക്കൂ, അതിൽ റിസർച്ച് മെത്തഡോളജിയുടെ ഭാഗം നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, എക്സ്റ്റേണൽ കുറേ ചോദിക്കാൻ വെച്ചാൽ പുറമേ നിന്ന് ചോദിക്കാം, അത് പക്ഷെ വളരെ അപൂർവങ്ങളെ ചോദിക്കുള്ളൂ. കാരണം ഗ്രാജുവേഷൻ പ്രോജക്ട്സിൽ ടൈം വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ജനറൽ നോളജ് ഒക്കെ ചോദിക്കും. അപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് നന്നായി ഒന്ന് പഠിച്ചാൽ മതി. നിങ്ങൾ തന്നെ ചെയ്തതാണല്ലോ ആ വർക്ക്, മനസ്സിലായോ? നിങ്ങളല്ലേ ഗ്രാഫൊക്കെ ഉണ്ടാക്കിയത്, നിങ്ങളല്ലേ മീനൊക്കെ കണ്ടത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ അത് വായോണ്ട് എന്ത് ചെയ്യണം? പറയണം. അല്ലെങ്കിൽ അത് നമ്മളുടെ വർക്ക് പോലും നമ്മളത് വേറൊരാളുടെ കോപ്പി അടിച്ചതാണെന്ന് ചിലപ്പോൾ പലപ്പോഴും സംഭവിച്ചേക്കാം. അതൊരിക്കലും സംഭവിച്ചേക്കരുത്. എക്സ്റ്റേണൽ എക്സാമിനർ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിനോടോ ആ ലേഡിയോടോ ആരോടാണോ ക്ലിയർ ആയിട്ട് നിങ്ങൾ ചോദ്യങ്ങൾക്ക്, പിന്നെ പതറണ്ട. ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് അവർ അടുത്ത ചോദ്യം ചോദിക്കും, അതിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ റിവ്യൂ ലിറ്ററേച്ചർ. എന്താണ് ഈ റിവ്യൂ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റഡി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇതേ ടോപ്പിക്കിൽ വേറെ ആൾക്കാർ നമ്മളൊന്ന് നോക്കില്ലേ? നമുക്ക് പക്വതയില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രൊജക്റ്റിൽ വേറെ സ്ഥലങ്ങളിൽ ഇതേ ടോപ്പിക്ക് വെച്ച് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ആ ടോപ്പിക്കുകൾ എടുത്തൊന്ന് ഓടിച്ചു നോക്കി. റിവ്യൂ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഡാറ്റയാണ് അതിൽ ഉപയോഗിച്ചത്. നമ്മൾ പലപ്പോഴും ChatGPT ഗീവ് മീ 20 റിവ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടാവും അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങോട്ട് വന്നിട്ടുണ്ടാവും ഒരു 20 നിങ്ങൾ അതെടുത്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊരു ഇന്നിപ്പോൾ സമയമുള്ള ദിവസമല്ലേ, ആദ്യത്തെ ഒരു 2-3 എണ്ണം ഒന്ന് വായിച്ചു നോക്കി നോക്കൂ. അതിലൊരാളുടെ പേരുണ്ടാവും, അതിലൊരു വർഷം ഉണ്ടാവും, അയാൾ ആ വർഷം എവിടെ സ്റ്റഡി ചെയ്തു, അയാൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫൈൻഡിങ്സ് വന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. രണ്ടാമത്തെ ആളുടെ ഒന്ന് എടുത്ത് നോക്കി നോക്കൂ. അങ്ങനെ 2-3 പേരുടെ ആദ്യത്തെ ഒരു 3 ആളുടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി നോക്കൂ. നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തിനാണ് നിങ്ങൾ റിവ്യൂ. ഈ റിവ്യൂ ചെയ്താൽ ഇപ്പോഴത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ ഡൂയിങ് ഇതിലെ റിസർച്ച്. നമുക്ക് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ എയർ ഉണ്ടാക്കാനും നമുക്ക് റിസർച്ച് ചെയ്യാൻ എവിടെ സൗകര്യം കിട്ടും, എവിടെ ഗ്യാപ്പ് ഉണ്ട്, റിസർച്ച് ഗ്യാപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്ത് കിട്ടും? നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടാൻ സാധിക്കും എന്നുള്ളതാണ് റിവ്യൂ ലിറ്ററേച്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ്, അപ്പോൾ എത്ര റിവ്യൂ എടുത്തിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കും അവർ. ഇനി റെഫറൻസസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. റെഫറൻസസ് എന്ന് പറഞ്ഞിട്ട് ആളുടെ പേരും ഇതുമൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഈ റെഫറൻസസ് നിങ്ങൾ APA ഫോർമാറ്റാണോ MLA ഫോർമാറ്റാണോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ പേര് വർഷം ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അപ്പോൾ APA ഫോർമാറ്റിലായിരിക്കാം മിക്കവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഫോർമാറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെഫറൻസസിന് എന്തെങ്കിലും സ്റ്റൈൽ ഉണ്ടോ ചോദിച്ചാൽ 2 ഫോർമാറ്റ് ഉണ്ട്. APA ഫോർമാറ്റും MLA ഫോർമാറ്റും ഉണ്ട്, MLA ഫോർമാറ്റുണ്ട്. അപ്പോൾ ഒന്ന് നോക്കി നോക്കൂ. നിങ്ങൾ മോസ്റ്റ്ലി APA ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും എന്ത് ഫില്ലപ്പ് ചെയ്തിരിക്കണത്, റെഫറൻസസ്. ആദ്യം ചിലർ ആദ്യം ബുക്കിൻ്റെ
പിന്നെ വർഷം, പേരും വർഷവും ഒക്കെ ആണോ എന്നുള്ളത് ആദ്യം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. തിയറട്ടിക്കൽ, ഇതിൻ്റെ തിയറി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വർക്ക് സ്ട്രെസ്, ഇപ്പോൾ ഈ കുട്ടി വർക്ക് സ്ട്രെസ്സാണ്, അപ്പോൾ അതിൻ്റെ കുറേ സ്ട്രെസ്സുകളുടെ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഓടിച്ചു നോക്കി നോക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ഡാറ്റ അനാലിസിസ് ആയി അല്ലേ, കണ്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ, ഡാറ്റ അനാലിസിസ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഏജ്, അപ്പോൾ നോക്കി നോക്കൂല ഏറ്റവും വലുത് ഏതാ, ഇവിടെ ഈ കുട്ടിയുടെ സംബന്ധിച്ച് 30% 26, 30 വയസ്സുള്ളവരാണ്. അതൊക്കെ നല്ലൊരു ഡാറ്റയാണ്. മെയില്, ഈ കുട്ടിയുടെ ഇതിൽ കൂടുതലും സ്ത്രീകളെയാണ് എടുത്തിട്ടുള്ളത്. ഫീമെയിൽ 74 ഉണ്ട്, അപ്പോൾ മെയിൽ 20 എത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മെയിലിൻ്റെ, അപ്പോൾ ഇതൊക്കെ ഈ ഗ്രാഫൊക്കെ നല്ല ഉപയോഗപ്പെടും നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ. അപ്പോൾ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് അതിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ വർക്ക് സ്ട്രെസ്സ് എടുക്കുക, ഈ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 എണ്ണം നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഡെമോഗ്രാഫിക്കാണ്. പിന്നെയാണ് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗത്തേക്ക് ഡാറ്റ അനാലിസിസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക, എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പം ഞാൻ തൊട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് പഠിച്ചു വരുമ്പോഴേക്കും ഞാൻ എൻ്റെ സെക്കൻഡ് വീഡിയോ ഇടാം. ഡാറ്റ അനാലിസിസും ഫൈൻഡിങ്സും ഇൻ്റർപ്രിട്ടേഷനും എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഇടാം. ഈ വീഡിയോ ഉടനെ, ഇന്നിപ്പോൾ സമയമില്ല, ചിലർക്ക് മറ്റന്നാളൊക്കെയാണ് വൈവ എന്ന് പറയും, ഉപകാരപ്പെടും. അപ്പം നിങ്ങൾക്കറിയുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് റീക്യാപ്പാണ് നമ്മളിത് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് തൊട്ടടുത്ത് ഞാൻ ഇപ്പം തന്നെ ഇടാം, അടുത്ത ഒരു വീഡിയോ ഇടാം. അതിൽ ഞാൻ ഇതിൻ്റെ ഡാറ്റ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങളും വെച്ച് സംസാരിക്കാം. ഓക്കെ, ബൈ. മറക്കരുത്, ലൈക്ക് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യണം. പിന്നെ ആരെങ്കിലും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, ബൈ.